എഞ്ചിനീയറിംഗിന് പോയത് നാട്ടുകാർ എഞ്ചിനീയറിംഗ് പോയതുകൊണ്ട് ഞാൻ പോയി. MBA ചെയ്യാനായിട്ട് ഐ സെഡ് ഐ വോണ്ട് ടു ഡു ആൻ MBA ഫോർ ദീസ് റീസൺസ്. ഐ വോണ്ട് ടു ലേൺ. അങ്ങനെയാണ് ഞാൻ യൂറോപ്യൻ ബിസിനസ് സ്കൂൾ ഇൻ ജർമ്മനി. ഓക്കെ. സോ വെരി അൺകൺവെൻഷണൽ ചോയ്സ് അഗൈൻ. കാരണം ബാക്കി എല്ലാവരും നമ്മൾ US UK ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിലും ജർമ്മൻ പഠിക്കേണ്ടി വന്നോ ഇപ്പോൾ? ക്ലാസ് ഒക്കെ ഇംഗ്ലീഷിലായിരുന്നു. പക്ഷേ ഒബ്വിയസ്ലി ലിവിങ് ഇൻ ജർമ്മനി യു ഹാവ് ടു നോ സം ബേസിക് ജർമ്മൻ പഠിച്ചായിരുന്നു. അത്യാവശ്യം മാനേജ് ചെയ്യാൻ പറ്റുമായിരുന്നു. ബട്ട് ഇറ്റ് വാസ് ദ റീസൺ വൈ ഐ ഡിഡ് ദാറ്റ് ഈസ് ബാംഗ്ലൂരിൽ അത്യാവശ്യം കംഫർട്ടബിൾ ആയിരുന്നു. കുഴപ്പമില്ലാത്ത സാലറി, ഫ്രണ്ട് സർക്കിൾ, നല്ല സോഷ്യൽ ലൈഫ്, പാർട്ടി ആൻഡ് ഓൾ ദാറ്റ് ഇസ് ദാറ്റ്. പക്ഷേ ഗ്രോത്ത് വരണമെങ്കിൽ I have to put myself in a situation where I'm forced to grow. So, new country, I don't know anyone there, new language, and then I'm learning MBA as well, which is also, tough on its own. ആ ഒരു സിറ്റുവേഷനിൽ when I inserted myself is where a lot of growth happened. ഞാൻ ആദ്യമായിട്ട് ഇന്ത്യയുടെ പുറത്ത് പോകുന്നത് MBA ചെയ്യാനാണ്. സോ ജർമ്മനി is the first place I go outside India, right? അപ്പോൾ അവിടെ ചെന്ന് നേരെ ലാൻഡ് ചെയ്യുന്നു, കോളേജിൽ പോകുന്നു. ബട്ട് സഡൻലി ഇറ്റ്സ് ജസ്റ്റ് ന്യൂ കൾച്ചർ, ന്യൂ വേൾഡ്. അപ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് അഡാപ്റ്റ് ചെയ്യാനും പഠിക്കാനുണ്ട്. ലാംഗ്വേജ് ഇസ് എ ചാലഞ്ച്. ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ കുറച്ച് കോഴ്സൊക്കെ പഠിച്ചാലും പക്ഷേ അവിടെ പോകുമ്പോൾ എല്ലാം മറന്നോ. കപ്പിൾ ഓഫ് തിങ്സ് ദാറ്റ് സ്റ്റുഡ് ഔട്ട് ടു മീ വെരി തുടക്കത്തിൽ തന്നെ. അതായത് ഇപ്പോൾ ഞാനൊരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യാണ് ബസ്സിന് വരാൻ. അപ്പോൾ ബസ് സ്റ്റോപ്പിൽ എഴുതിയിട്ടുണ്ട് ടൈം 7:27 AM. അതായത് കൃത്യം ആ ടൈമിൽ ബസ് അവിടെ വരും. നമ്മുടെ നാട്ടിൽ നമുക്കറിയാലോ 7 മണി എന്ന് പറഞ്ഞാൽ 8 മണിക്ക് വരും. ദാറ്റ് വാസ് ഇൻട്രസ്റ്റ്. അതേപോലെ ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഒരു കാർ ഇങ്ങനെ വന്ന് വെയിറ്റ് ചെയ്യാണ്, വെയിറ്റിംഗ് ഫോർ മീ. സോ ദാറ്റ് പേഴ്സൺ തോട്ട് ഐ വാസ് വെയിറ്റിംഗ് ടു ക്രോസ് ദ റോഡ്. ഞാൻ ചുമ്മാ അവിടെ നിൽക്കുകയാണ്. ഇതൊന്നും ഇപ്പോൾ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഇടിച്ചിട്ടിട്ടല്ലേ വണ്ടി പോകണേ. സോ ഇപ്പം മാറിയോ ഓക്കെ. അപ്പോൾ ആ സമയത്ത് എനിക്ക് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, ഇത് കൾച്ചറൽ ഡിഫറൻസസ്. സോ ജർമ്മനി എന്ന് പറഞ്ഞാൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ്. അവർക്ക് എന്താ പറയുക, നമ്മളിപ്പോൾ ഇവിടെ ഒരു ഏതെങ്കിലും ഒരു ഓഫീസിൽ പോയിട്ട് എന്തെങ്കിലും കാര്യം നടത്തണമെങ്കിൽ ഒരാളെ അറിഞ്ഞാൽ കാര്യങ്ങൾ പെട്ടെന്ന്. അവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ, ഒരു പ്രോസസ്സ് ഉണ്ട്, ഒരു 10 സ്റ്റെപ്പ് ഉണ്ടാവും. അത് ഫോളോ ചെയ്താൽ ആർക്ക് ഒരു സാധാരണ മനുഷ്യനും ഒരു വളരെ എന്താ പറയുക റിച്ച് പേഴ്സൺ ആണെങ്കിലും ഒരു വ്യത്യാസമില്ല, സെയിം പ്രോസസ്സാണ് എല്ലാവർക്കും. അപ്പോൾ അങ്ങനെ ഐ ഫെൽ ദ കൺട്രി ഈസ് കുറച്ചും കൂടെ ഒരു എന്താ പറയുക ഫെയറും കുറച്ചൊരു ജസ്റ്റാണ്. അങ്ങനെ. സോ ഐ ഹാഡ് എ ഗ്രേറ്റ് ടൈം ഇൻ ജർമ്മനി. യൂറോപ്പ് ഒബ്വിയസ്ലി എക്സ്പ്ലോർ ചെയ്തു, കുറേ ട്രാവൽ ചെയ്തു. അത് ഞങ്ങളുടെ കോളേജ് എന്ന് പറഞ്ഞാലും ഇൻ്റർനാഷണൽ, കാരണം ഇപ്പം എല്ലാ രാജ്യങ്ങളിൽ നിന്നും ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇൻ്റർനാഷണൽ എൻവയൺമെൻറ്റിൽ പഠിച്ചു. ആൻഡ് വി ഹാഡ് ഒബ്വിയസ്ലി ഹാഡ് എ ലോട്ട് ഓഫ് ഫൺ ആസ് വെൽ. ഞങ്ങളുടെ കോളേജിൽ നിന്ന് ഒരു വൈൻ റീജിയനിലാണ്, റൈൻഗാവ് എന്ന് പറഞ്ഞ ഒരു റീജിയനിലാണ്. അപ്പോൾ അവിടുത്തെ ഒരു റീസ്ലിംഗ് എന്ന് പറഞ്ഞൊരു വൈൻ ഉണ്ട്, വൈറ്റ് വൈൻ. അത് ഗ്രോ ചെയ്യുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ഞങ്ങളുടെ കോളേജ് ഇസ് ലിറ്ററലി ഇൻസൈഡ് എ വൈൻ, ഒരു വൈനറി. അപ്പോൾ എല്ലാ വീക്കെൻഡും അവിടെ വൈനും എല്ലാം ഉണ്ട്. അങ്ങനത്തെ ഫണ്ണുണ്ട്. സോ യൂറോപ്പ് ഓപ്പൺഡ് അവർ മൈൻഡ്സ് ഇൻ മെനി വേസ് ആസ് വെൽ, റൈറ്റ്? ഇപ്പോൾ നമ്മൾ 20-25 വർഷം ഇന്ത്യയിൽ വളരുന്നതും നൗ സഡൻലി വി ആർ ഇൻ യൂറോപ്പ്. അപ്പോൾ അവിടെ കുറേ കൂടെ തോട്ട് പ്രോസസ് ഒക്കെ ഡിഫറെൻ്റ് ആണ്. കുറേ കൂടെ ഐ വുഡ് സേ പ്രോഗ്രസീവ് ആണ് ആക്ച്വലി ദ സൊസൈറ്റി. ഞാൻ ഒരു കാര്യം മാത്രം എടുത്ത് ജസ്റ്റ് പറയാം, വിച്ച് ഇസ് ഇത് ഈ യൂറോപ്പ് കഥ കുറേ ഉണ്ട്. അതൊരു സീരീസ് ഓഫ് എപ്പിസോഡ്സിലേക്ക് പോകേണ്ടി വരും. ബട്ട് ആഫ്റ്റർ ഐ ഡിഡ് മൈ MBA there was a 6-month period where I was looking for a job, and ജോലി കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. കാരണം ഈ ലാംഗ്വേജ് ഇഷ്യൂ, ജർമ്മൻ ലാംഗ്വേജ് റിക്വയർമെൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇംഗ്ലീഷിൽ ഉള്ള ജോബ്സ് ആർ വെരി ഫ്യൂ. സോ നമ്മൾ അപ്ലൈ ചെയ്യുന്നു, റിജക്റ്റ് ചെയ്യുന്നു. ഞാൻ ഇമെയിൽ തുറക്കുമ്പോൾ തന്നെ എനിക്കറിയാം ഒരു സെയിം ഫോമാറ്റ് ഉണ്ട്, ഇതിങ്ങനെയൊക്കെ തന്നെയെന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെയാണ് ഒരു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കാശൊക്കെ തീരാറായി. അപ്പോൾ ഇടയ്ക്ക് ഒരു വോളണ്ടിയറിങ് പരിപാടിക്ക് പോയി, വേർ ദേ വുഡ് ഗിവ് ഫുഡ് ആൻഡ് ഷെൽട്ടർ. നമ്മൾ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് അവരെ സപ്പോർട്ട് ചെയ്യണം. സോ ഐ സ്റ്റേഡ് ഇൻ 2 places. ഒന്ന് വാസ് ഒരു ജർമ്മൻ കാസിൽ, 11th century ജർമ്മൻ കാസിൽ, വിച്ച് ഇസ് റൺ ബൈ ഒരു കപ്പിൾ. ആൻഡ് അവരുടെ കൂടെ ആ കാസിൽ റൺ ചെയ്യാനായിട്ടുള്ളൊരു സ്റ്റാഫായിട്ട് ഞാൻ അവിടെ നിന്നു. കുറേ അവിടുത്തെ കുറേ പരിപാടികളൊക്കെ ചെയ്യും. അങ്ങനെ കുറേ നാൾ അവിടെ നിന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനൊരു കപ്പിളിൻ്റെ കൂടെ അവരുടെ വീട്ടിൽ നിന്നു. ആൻഡ് ബേസിക്കലി ഇറ്റ്സ് എ യങ് കപ്പിൾ വിത്ത് എ യങ് 2 പിള്ളേർ, ആൻഡ് ദേ വർ ബിൽഡിങ് എ സ്കൂൾ. അപ്പോൾ ആ സ്കൂളിൽ
പെയിൻ്റ് അടിക്കുക അങ്ങനത്തെ പരിപാടി അവർ ഓപ്പൺ ചെയ്യാനായിട്ടുള്ള വർക്കിന് ദേ നീഡഡ് സംബഡി ടു ഹെൽപ്പ്. അപ്പം ഐ വാസ് സ്റ്റേയിങ് ഇൻ ദെയർ ഹോം. സോ ഒന്ന് ആലോചിച്ച് നോക്കുക, അതായത് നമ്മൾ ആരെങ്കിലും ഒരു സ്ട്രേഞ്ചറിനെ, അതും വേറെ ഒരു ഇന്ത്യൻ ഗായ് നമ്മുടെ വീട്ടിൽ വന്ന് ഇങ്ങനെ നിർത്തി, അപ്പം അങ്ങനത്തെ കുറേ ലൈക്ക് ഇറ്റ് ജസ്റ്റ് ഓപ്പൺസ് യുവർ മൈൻഡ് ലൈക്ക് ദാറ്റ്. സോ ആ ടൈമിൽ എനിക്ക് അത് വളരെ ആവശ്യമായിരുന്നു. ലൈക്ക് ഐ ഹാഡ് ടു സ്റ്റേ സംവെയർ ആൻഡ് Survive also, right? I had to survive. I had to. You were saying the bank balance is almost zero, and what is that? എൻ്റെ കാശ് ഏകദേശം ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ, സോ വാട്ട് ഹാപ്പൻഡ് ഇസ് ഐ ഡിഡ് an internship in DHL Deutsche Post. Then I did എനിക്കൊരു 2 month ഗ്യാപ്പ് ഉണ്ടായിരുന്നു ഫോർ സോറി ദിസ് ഇസ് വാട്ട് ഹാപ്പൻ. സോ എക്സ്ചേഞ്ച് സെമിസ്റ്റർ ഉണ്ടായിരുന്നു ടു ബ്രസീൽ. ഓക്കെ, സോ ദാറ്റ് ഇസ് എ പാർട്ട് ഓഫ് ദ കോഴ്സ്. ആൻഡ് നല്ല കോളേജാണല്ലോ, ഏത് കോളേജ്? സോ ഇന്റേൺഷിപ്പ് കഴിഞ്ഞപ്പോൾ ഒരു 2 month ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനപ്പോൾ ആ ടൈം വീണ്ടും ഒരു ഇന്റേൺഷിപ്പ് അപ്ലൈ ചെയ്തു. അത് എനിക്കൊരു സ്വിസ് മാനേജ്മെന്റ് കൺസൾട്ടിങ് ഫേമിൽ കിട്ടി. നല്ല സാലറിയും പ്രോജക്റ്റ് US-ലായിരുന്നു. അപ്പം ഞാനാണെങ്കിൽ എൻ്റെ ബെഡിങ് കിടക്കൊക്കെ പാക്ക് ചെയ്ത് US-ലേക്ക് പോകാൻ ഉള്ള ഫ്ലൈറ്റ് കയറി. US-ൽ വന്നെത്തിയപ്പോൾ ഇവിടുത്തെ ഇമിഗ്രേഷൻ, അതായത് US ഇമിഗ്രേഷനിൽ ഫിലഡൽഫിയയിലാണ് പോണത്. ഓക്കെ, What an irony. അവർ നമ്മളെ കണ്ടപ്പോൾ ഏഴണോ അവർക്ക് കുറേ സംശയം തോന്നി. അപ്പം എൻ്റെ എന്തിനാണ് അവിടെ വരുന്നതെന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുമല്ലോ. അപ്പോൾ അത് അവർക്ക് അത്ര ആഡപ്പ് ചെയ്യുന്നില്ല. അതായത് ഹിയേഴ്സ് എൻ ഇന്ത്യൻ ഗായ് ജർമ്മനിയിൽ നിന്ന് വരുന്നു എന്ന് പറയുന്നു, ഇവിടെ വന്ന് എന്തോ മീറ്റിങ്സ് ചെയ്യണമെന്ന് പറയുന്നു, അത് കഴിഞ്ഞിട്ട് ബ്രസീലിൽ പോകണമെന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ അതിൽ എന്നെ നേരെ നമുക്ക് കുറച്ചും കൂടെ സംസാരിക്കാമെന്ന് പറഞ്ഞ് അകത്തേക്ക് റൂമിലേക്ക് കൊണ്ടുപോയി. അവിടെ പോയൊരു 6 hour ഇൻ്ററഗേഷൻ. ഓക്കെ, ഫുള്ള് ചരിത്രം എല്ലാം എടുത്ത്. അപ്പോൾ ബേസിക്കലി വേറെ ഇല്ലീഗലായിട്ട് വരുന്ന കുറേ ടീംസ് ഉണ്ട്, അവരായിട്ട് നല്ല കട്ടൊക്കെയാണ് അവർ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് അവർ കുറച്ചും കൂടി ഡീസൻ്റ് ആയിട്ട് സംസാരിച്ചത്. പക്ഷേ ഫൈനലി ദ പോയിന്റ് വാസ് യു ആർ കമ്മിങ് ഹിയർ ടു ഡു സം വർക്ക്. അപ്പോൾ വർക്ക് വിസയിൽ വരണം എന്ന് പറഞ്ഞു. എനിക്ക് B1 വിസയിലാണ് കിട്ടിയത്. B1 വിസയിൽ ബിസിനസ് മീറ്റിംഗ്സിന് വരാം, കൺസൾട്ടിങ്ങിൽ ദേ ഡു ദാറ്റ് നോർമലി. പക്ഷേ ഇറ്റ് ഇസ് ദെയർ ചോയ്സ്. അതായത് ഇമിഗ്രേഷൻ ഓഫീസറിൻ്റെ ദേ കെൻ ഡിസൈഡ് വേദർ കേട്ടണോ വേണ്ടെന്നുള്ളത്. അപ്പോൾ അവർ പറഞ്ഞു ഇത് തിരിച്ചുപോയി വർക്ക് വിസ എടുത്തിട്ട് വരാൻ പറഞ്ഞു. ഡിപ്പോർട്ട് ചെയ്തു. The funny part is, that's Philadelphia, right? And he could not enter, and he's now living in Philadelphia with the citizenship. That is the irony. അതൊക്കെ അങ്ങനെ കുറേ കോമഡി ഉണ്ടായി. സോ എനിവേ തിരിച്ചു വന്നു. പിന്നെ ഞാൻ ജർമ്മനിയിൽ എങ്ങനെയൊക്കെയോ നിന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളൊരു യൂറോ ട്രിപ്പ് ചെയ്തു വിത്ത് ദ ഫ്രണ്ട്സ്, ഞങ്ങളുടെ ഈ പറഞ്ഞ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ്. ആൻഡ് അത് കഴിഞ്ഞിട്ടാണ് ബ്രസീലിലേക്ക് പോകുന്നത്. സോ ബ്രസീലിലേക്ക് പോകുമ്പോൾ എസെൻഷ്യലി ബ്രസീലിൽ എക്സ്ചേഞ്ച് സെമിസ്റ്റർ ചെയ്തു, തിരിച്ചു വന്നു. അപ്പോൾ ബ്രസീൽ വാസ് മോർ എക്സ്പെൻസീവ് ദാൻ ഐ തോട്ട്. അപ്പോൾ കാശ് തീർന്നു. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ റീസൺ വൈ ഐ ഹാഡ് ടു ഡു ദീസ് വോളണ്ടിയറിങ് പ്രോജക്ട്സ്. അപ്പോൾ 6 മാസം ഞാൻ അങ്ങനെ ഒരു 3 വോളണ്ടിയർ പ്രോജക്ട്സ് ചെയ്തു. ആൻഡ് ദെൻ ഫൈനലി എൻ്റെ വിസ തീരാറായി. അപ്പോഴാണ് എനിക്കൊരു ഇന്റേൺഷിപ്പിനുള്ളൊരു ഇത് കിട്ടി. ആൻഡ് ദാറ്റ് വാസ് ഇൻ എ സ്റ്റാർട്ടപ്പ്, മ്യൂണിക്കിലൊരു സ്റ്റാർട്ടപ്പ്. അപ്പോൾ അവർക്ക് ഇംഗ്ലീഷ് അല്ല ജർമ്മൻ വേണ്ട. അപ്പോൾ അവർ നോക്കുമ്പോൾ എൻ്റെ യൂണിവേഴ്സിറ്റി ആക്ച്വലി ജർമ്മനിയിലെ നല്ല യൂണിവേഴ്സിറ്റിയാണ്, ടോപ്പ്. അതായത് യൂറോപ്യൻ ബിസിനസ് സ്കൂൾ എന്ന് പറയുന്നത് യൂറോപ്യൻ ബിസിനസ് സ്കൂൾ എന്നാണ് പേര്. അതൊരു ജർമ്മൻ്റെ അടുത്ത് പോയി പറഞ്ഞാൽ അവർക്ക് നമ്മളെന്താ ഹാർവർഡിൽ പഠിച്ച പോലെയാണ്. എബ്സിലാണോ പഠിക്കണമെന്ന് നമുക്ക് ചോദിക്കും. നമുക്ക് നമ്മൾ വി ഗിവ് മോർ പ്രിഫറൻസ് ടു US യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ UK യൂണിവേഴ്സിറ്റീസ്, റൈറ്റ്? പക്ഷേ ജർമ്മൻസിന് അത് ഭയങ്കര കാര്യമായിരുന്നു. സോ ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ അവർ EBSൽ പഠിച്ചതെന്ന് പറഞ്ഞാൽ ഫോർ ദ എംപ്ലോയീസ് ഇറ്റ്സ് എ ബിഗ് ഡീൽ. അപ്പോൾ അവരുടെ സ്റ്റാർട്ടപ്പിൽ വർക്കിംഗ് എൻവയോൺമെന്റ് ഫസ്റ്റ് ടൈം വർക്കിംഗ് ജർമ്മൻ. അപ്പോൾ എൻ്റെ അവസ്ഥ മനസ്സിലായല്ലോ. അതായത് 6 മാസം ഞാൻ കുറേ ജോലി കഴിഞ്ഞിട്ട് അപ്പോൾ എന്തെങ്കിലും കിട്ടി, നമുക്ക് ഇന്ന ജോലി എന്നല്ല, എന്ത് ജോലി കിട്ടിയാലും ചെയ്യും, ആ അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് കിട്ടിയപ്പോൾ ഇതൊരു കച്ചത്തുരുമ്പ്, ഇതിൽ കയറി അങ്ങ് പിടിച്ച്. സോ ദേ വോണ്ടഡ് സമ്മൺ ഇൻ ലൈക്ക് ഒരു ബിസിനസ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ആ റോൾ ആ സമയത്ത് ഇതൊരു ഇ-കൊമേഴ്സ് ജ്വല്ലറി സ്റ്റാർട്ടപ്പാണ്. സോ യു ക്യാൻ കോൺഫിഗർ എ റിംഗ്. ഇപ്പോൾ ഡയമണ്ട് വേണം, എന്ത് രീതിയിൽ സൈസ് പലത് കോൺഫിഗർ ചെയ്യാൻ 3 ആഴ്ചയിൽ സാധനം കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസിങ് മോഡൽ ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ എക്സലിൽ ഇതിൻ്റെ ഒരു പ്രൈസിങ് മോഡൽ ഉണ്ടാക്കി. ദാറ്റ് ദേ വർ വെരി ഇംപ്രസ്ഡ് ബൈ. എക്സലിൽ കയറി അങ്ങ് നമ്മൾ എക്സൽ അങ്ങ് പഠിച്ചെടുത്ത്, മൊത്തം അറിയാത്തത് എല്ലാം അങ്ങ് പഠിച്ചെടുത്ത്. അതിലൊരു അത്യാവശ്യം ഹാൻഡിൽ ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഐ ഗോട്ട് എ ഫുൾ ടൈം ജോബ് ഓഫർ. സോ ദെൻ ഐ മൂവ് ടു മ്യൂണിക്. സോ ദിസ് സ്റ്റാർട്ടപ്പ് വാസ് ഫണ്ടഡ് ബൈ റോക്കറ്റ് ഇന്റർനെറ്റ്. നമ്മുടെ eBay
Chronicle, like, Yeah. yeah, okay. So Rocket Internet is one of the big funds in Germany. Sam Brothers ആണ് അതിൻ്റെ founders. അപ്പോൾ I am working, I am part of the leadership team there. I am working very close with the founders. അപ്പോൾ ആക്സിഞ്ചറിന് this is a very different environment. Right? ഞാൻ അതിനു മുമ്പ് ആക്സിഞ്ചർ ആണെങ്കിൽ DHL ഇതൊക്കെ വലിയ കോർപ്പറേറ്റ്സ് to working in a startup very closely with the founders. I like that experience. I did some 3 different roles. So business development, പിന്നെ സപ്ലൈ ചെയിൻ കുറച്ച് നോക്കി, ആൻഡ് ഇൻ ദി എൻഡ് ഫൈനാൻസ് ആയിരുന്നു, ഹെഡ് ഓഫ് ഫൈനാൻസ് ആയിരുന്നു. അങ്ങനെയാണ് ഒരു 1 year അവിടെ നിന്നു. ആൻഡ് വി ഗ്രൂ ദ ടീം ഫ്രം 5 people to 100, സ്കെയിൽഡ് അക്രോസ് യൂറോപ്പ്. അതാണ് റോക്കറ്റിന്റെ മോഡൽ. ആ റോക്കറ്റിന്റെ മോഡൽ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ, സോ റോക്കറ്റ് ബേസിക്കലി US കമ്പനീസിനെ കോപ്പി ചെയ്ത് യൂറോപ്പിലേക്ക് കൊണ്ടുവരാണ്. കോപ്പി പേസ്റ്റ് ആണ് അവരുടെ മോഡൽ. ഓക്കെ, ബട്ട് ദേ വെരി ഗുഡ് അറ്റ് എക്സിക്യൂഷൻ ആൻഡ് ഗോയിങ് പാൻ യൂറോപ്പ്. സോ they build the company in a way that the US company can acquire. ഇതാണ് ഇവർ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഗ്രൂപ്പ് ഓണ്ട് അവർ ചെയ്തിട്ടുണ്ട്, ക്ലോണിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പല കമ്പനീസിൻ്റെ അവർ ചെയ്തിട്ടുണ്ട്. സോ ബിക്കോസ് ഐ വാസ് വിത്ത് ദം ആൻഡ് ഈ തോട്ട് പ്രോസസ്, ഐ വാസ് ഓൾസോ ലുക്കിംഗ് അറ്റ് ദ US സ്റ്റാർട്ടപ്സ് ആൻഡ് ദാറ്റ് വേൾഡ്, റൈറ്റ്? അവിടെ എന്താ സംഭവിക്കണേ. അപ്പോൾ അങ്ങനെയാണ് ഈ സിലിക്കൺ വാലി ഇങ്ങനെ സ്റ്റാർട്ടപ്സും ആ ഒരു വേൾഡിലേക്ക് ഞാൻ കുറെ കൂടെ അറിയുന്നതും മനസ്സിലാക്കുന്നത്. ഇത് ഏത് ഇയർ ആണ് ഇപ്പോൾ? ദിസ് ഇസ് 2011.